കാട്ടാക്കടയിൽ കരുത്ത് കാട്ടാൻ ഇത്തവണ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് കാട്ടാക്കടയ്ക്കുള്ളത്. ഇതാ എൻഡിഎയുടെ സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ പ്രതീക്ഷകൾ? ഞങ്ങളുടെ 100% വിജയപ്രതീക്ഷയാണുള്ളത്. 100% ആത്മവിശ്വാസമുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി കാട്ടാക്കടയിൽ ഇത്തവണ NDA വിജയിക്കും. കാട്ടാക്കടയിലൂടെ കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകും. നിങ്ങൾ നോക്കൂ, ഈ ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോ മാറുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമല്ലേ ഇത്? ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അനുഭാവികളാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. ഇത് ഇവിടെ ഈ കാട്ടാക്കടയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണ്. ഒപ്പം കേരളത്തിലും ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എതിരാളികൾ ചെറുതല്ല, രണ്ട് മുന്നണിയിൽ നോക്കിയാലും വലിയ കരുത്തരായ എതിരാളികളാണ്. അപ്പോൾ പ്രചരണ ആയുധമാക്കാൻ പോകുന്നത് എന്നായിരിക്കും നമ്മൾ? അല്ല, ഇവർ രണ്ടുപേരും ഒന്നാണ്, രണ്ടല്ല എന്നുള്ളതാണ്. കാട്ടാക്കടയിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഉത്തമ ബോധ്യമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അത് വികസനത്തിൻ്റെ കാര്യത്തിലായാലും ജനക്ഷേമത്തിൻ്റെ കാര്യത്തിലായാലും ഇവർ രണ്ടല്ല ഒന്നാണ്. മാത്രമല്ല, ശബരിമല ക്ഷേത്രക്കൊള്ളയുടെ കാര്യത്തിൽ അവരൊന്നാണ്. ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനകളുമായി സഖ്യത്തിൽ അവരൊന്നാണ്. തീവട്ടി കൊള്ളയുടെ കാര്യത്തിൽ അവരൊന്നാണ്. ജനവിരുദ്ധതയുടെ കാര്യത്തിൽ, വികസന വിരുദ്ധതയുടെ കാര്യത്തിൽ ഇതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒന്നാണ്. ഇത് മതിയായി എന്നുള്ളതാണ് കാട്ടാക്കടയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കടയിലെ ജനങ്ങൾ BJP NDA ഒന്നാം സ്ഥാനത്ത് എത്തിച്ചു. ഇതാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJP NDA ഒന്നാം സ്ഥാനത്ത് എത്തിച്ചു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ള ഈ വിജയം, NDAക്ക് അനുകൂലമായ വിജയം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് കൂടെ നിൽക്കുന്നത്. എത്രത്തോളമാണ് പ്രതീക്ഷ നമുക്ക് കാട്ടാക്കടയിൽ? നല്ല പ്രതീക്ഷയാണ്. കൃഷ്ണദാസ് ഏട്ടൻ പോലെ ഒരു നല്ല സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും 365 ദിവസം പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണ്, ഒരു നേതാവാണ്. 100% പിന്തുണ കിട്ടും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, അദ്ദേഹത്തിനെ ജയിപ്പിക്കണം. നല്ലൊരു MLA ആയിരിക്കും. നാടിനെ നന്നാക്കാൻ 100% പ്രവർത്തിക്കുന്ന ഒരു നേതാവാവും. എന്തോ അതോ അതാണ് എന്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് BJP കാട്ടാക്കടയിലുള്ളത്. അത്തരത്തിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കാട്ടാക്കടയിലെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടിലിറങ്ങിയിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസം